ഹലോ ഓൾ, ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് മാഗസിൻ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അതോണം തന്നെ ഒരു ഈർക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വാൾ ഡെക്കർ ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ മാഗസിൻ പേപ്പേഴ്സിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഈർക്കിളി വെച്ച് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മാഗസിൻ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഒരു യൂസും ഇല്ലാതിരിക്കുന്ന ഓരോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിനി വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഈർക്കിളി ഒന്ന് പയ്യെ താഴേന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് ഊരി പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 12 പീസസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരേ ലെങ്ത്തിൽ വേണം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാട്ടോ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ മാഗസിൻ പേപ്പറിന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പഴയ ബോക്സ് വേണം. നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും യൂസ് ഇല്ലാത്ത ഒരു പഴയ ബോക്സോ കാര്യങ്ങളോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചതിൻ്റെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ബോക്സ് പോലെയാണ് വേണ്ടത്, ടോപ്പ് പോർഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പീസസ് വെച്ച് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലും നമ്മൾ ബ്ലാക്ക് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോഴാട്ടോ നമ്മൾ ഈ ക്രാഫ്റ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ബ്ലാക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സും അതുപോലെ തന്നെ പേപ്പർ റോൾസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 12 റോൾസാണ് ഉണ്ടാക്കിയെടുത്തത്. അതിൽ 2 എണ്ണം വീതം ഇതുപോലെ ഒന്ന് ഗമ്മ് തേച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ടോട്ടൽ 6 പീസസ് കിട്ടും കേട്ടോ. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ദെൻ നമുക്ക് ക്രോസ് ആയിട്ട് ബാലൻസ് 2 എണ്ണം കൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗമ്മ് വെച്ചൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ബോക്സ് ഇതിൻ്റെ കോർണറിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വാളിലേക്ക് ഇത് വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഫ്ലവേഴ്സും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ പേപ്പേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത പേപ്പേഴ്സ് സ്പൈറലായിട്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ എല്ലാ പീസസും കട്ട് ചെയ്തെടുക്കണം. ദെൻ നമ്മൾ കട്ട് ചെയ്ത ഈ സ്പൈറൽ പീസസിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഒരു എൻഡിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഒരു റോസിൻ്റെ ഒക്കെ ഷേപ്പിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ആ എൻഡ് പോർഷനിൽ കുറച്ച് ഗമ്മ് തേച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നെക്സ്റ്റ് യെല്ലോ കളറും ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് കളേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ലീവ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇതുപോലെ ലീവ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ചെറിയ വയർ പീസ് എടുക്കാം. അത് നമ്മുടെ ഫ്ലവറിൻ്റെ ലീവ്സിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ അറേഞ്ച് ചെയ്യുമ്പോൾ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1-2 ഫ്ലവറിൽ നമ്മൾ ഇതുപോലെ പീസസ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ടിഷ്യൂസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂസോ ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സും ലീവ്സും. അപ്പോൾ അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ വാൾ ഹാങ്ങിങ് കാണാൻ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ ആയിരിക്കും നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇത്രയും നാളും വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ ഉപയോഗിച്ച് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ.